ഹലോ അസ്സലാമു അലൈക്കും. കോഴിപ്പാടിനാണ്. എല്ലാ പേപ്പറും കൂടി മെസ്സേജിൻ്റെ റിസൾട്ട് വന്നു. 9.67 അതോ 99 എത്രയോ പറഞ്ഞതല്ലേ, കണക്കുണ്ട്. 200 പേര് പരീക്ഷ എഴുതിയിൽ 2, 3, 4 പേരെ തോറ്റിട്ടുള്ളൂ. എല്ലാവരുടെ വീട്ടിലും ലോഡ് കൊടുക്കുന്നുണ്ട്. ഈ തോറ്റ കുട്ടികളെ നമ്മൾ അറിയണം. കാരണം എന്താ പറയുക, ഓലാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മളിപ്പം ഉണ്ടാകാൻ ആരേ ഉണ്ടാവുള്ളൂ, SLC തോറ്റ ആൾക്കാരോ അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ്. പ്രശസ്ത ശാസ്ത്രജ്ഞനുണ്ട് ബിൽ ഗേറ്റ്സ്. മൂപ്പര് വാക്കുണ്ട്, എന്താണെന്നറിയോ, ഈ ബിൽ ഗേറ്റ്സും അവൻ്റെ സുഹൃത്തും കൂടിയാണ് പരീക്ഷ എഴുതിയപ്പോൾ ബിൽ ഗേറ്റ്സ് പരീക്ഷയിൽ തോറ്റുപോയി. പക്ഷേ ബിൽ ഗേറ്റ്സ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ബിൽ ഗേറ്റ്സ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉടമയാണ്. ബിൽ ഗേറ്റ്സിൻ്റെ ഒപ്പം സുഹൃത്ത്, പരീക്ഷ എഴുതി വിജയിച്ച സുഹൃത്ത് അവരുടെ പണിക്കാരനാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞാൽ കുടുങ്ങിയാൽ നമുക്ക് ഉണ്ടാകാൻ ആർക്കെണ്ണോ ഈ 10ാം ക്ലാസ് തോറ്റ ആൾക്കാരും അങ്ങാടി കൂടെ നടക്കുന്ന ചെറുക്കന്മാരെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ലോഡും മറ്റൊക്കെ കൊടുക്കുമ്പോഴേ നമ്മൾ ഈ തോറ്റ ആൾക്കാരെ നമ്മൾ കളിയാക്കും കുറ്റപ്പെടുത്തുകയും ചെയ്യാതെ ഓളി നമ്മളെ കയ്യൊന്നും കൂട്ടി പിടിക്കാം. ഓൽക്കത് മനസ്സിൽ ഒരുപാട് സന്തോഷകരം. കാരണം എന്താ പറയുക, ഒരുപാട് കുട്ടികൾ എഴുതി, എല്ലാവരും ജയം 10 കുട്ടികൾ എഴുതിയിട്ട് അതിലൊരു കുട്ടിയൊക്കെ തോൽക്കാൻ ആ കുട്ടിൻ്റെ മനസ്ഥിതി എത്രത്തോളം ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ജയിച്ചവരെ മാത്രമല്ല തോറ്റോലി നമ്മൾ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഓലെയൊക്കെ നാളെ ചിലപ്പോൾ നമ്മളെ നാടിന് വേണ്ടിയാണ്ട് വലിയ നെല്ലിയെത്തിയാരൊക്കെ എന്താ ഓരോ അടിയും കിട്ടുന്നത് ഓരോ വിജയത്തിനും മുന്നോടിയാണ്. നമ്മളിങ്ങനെ പറയില്ലേ, ഒരു താഴ്ചടിക്ക് ഒരു കയറ്റല്ലേ, ഒരു കയറ്റടിക്ക് ഒരു അറക്കുണ്ട്, അത് വെറുതെ പറയുന്നല്ല. നമുക്കൊരു തോൽവി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പാഠം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്.